ഈ സെക്കുലറിസവും മതേതരത്വവും ഭരണഘടനയിൽ നിന്ന് മാറ്റണമെന്ന് ദത്താത്രേയ ഹൊസബലെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ കത്തി നിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണാം? RSSൻ്റെ സർക്കാർ വിവാഹ് ശ്രീ ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം ഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിലാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ ഭാഗമായിട്ട് നടന്ന ചടങ്ങിലാണ് അദ്ദേഹം ആ അഭിപ്രായം സൂചിപ്പിച്ചതായി വാർത്തകൾ വന്നിട്ടുള്ളതും അത് വിവാദമാക്കാനുള്ള ശ്രമം കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളത്. എന്ത് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കാരണം അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടന ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയുള്ളൊരു ഭരണകൂടം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കി. ഭരണഘടനയുടെ ആമുഖമടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് തിരുത്തപ്പെട്ടു. ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും ഭരണഘടനയിൽ ആർട്ടിക്കിളുകളിൽ ഭേദഗതിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായും പാർലമെൻറ്റിൽ കൃത്യമായ ചർച്ചകൾ നടത്തി രാജ്യത്ത് അതിൻ്റെ പൊതുവായിട്ടുള്ള ചർച്ചകളുണ്ടായി. അതിനെല്ലാം ശേഷമാണ് ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത്. ഇത് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ തന്നെ മാറ്റി എഴുതുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുപ്രീം കോടതി തന്നെ പല ഘട്ടങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ തിരുത്താൻ കഴിയുന്നതല്ല, അത് ഭേദഗതി വരുത്താൻ കഴിയുന്നതല്ല, അതിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഭരണഘടനയുടെ അന്തസത്തയെ തന്നെ ഇല്ലാതെയാക്കും. ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുള്ളൊരു വിഷയം മതേതരത്വവും സെക്കുലറിസവും. ഇത് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അത് ഭരണഘടനയിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് നിശ്ചയിക്കുന്ന സമയം ഏതാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം പാർലമെൻറ്റിനകത്ത് ചർച്ചകൾ കൃത്യമായി നടക്കാതെ, എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ അന്നത്തെ പ്രതിപക്ഷ MP-മാർ 5 പേർ മാത്രമാണ് ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയാനുള്ള സാഹചര്യമുണ്ടായത്. പക്ഷേ രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും അന്നത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെല്ലാം അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായം ഈ തരത്തിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയതാണ്. ജനസംഘത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജനതാ പാർട്ടിയാണെങ്കിലും CPM ആണെങ്കിലും ഒക്കെ ആ തരത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാം ദേശീയ നേതാക്കന്മാർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ശക്തമായിട്ടുള്ള ഭരണ സംവിധാനം തൻ്റെ കയ്യിലുണ്ട് എന്നുള്ള അഹങ്കാരത്തിൻ്റെയും അടിയന്തരാവസ്ഥയുടെ പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യമുണ്ടല്ലോ, പ്രത്യേകിച്ച് ആർക്കും സ്വാതന്ത്ര്യമില്ല, സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമില്ല, നിയമം വിധേയമായി കൊണ്ടിരിക്കുന്നൊരു വിഷയത്തെ സംബന്ധിച്ച് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യമില്ല. ആർട്ടിക്കിൾ 41 പ്രകാരം അന്ന് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡൻറ്റുമെല്ലാം എടുക്കുന്ന തീരുമാനങ്ങളെ ഭരണഘടനാ കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അമെൻമെൻറ്റ് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങളെ മുഴുവൻ തന്നെ ഇല്ലാതെയാക്കുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെയാണ് പ്രധാനമായും 42ാം ഭേദഗതി ചർച്ചയാകുന്നത്. 42ാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിലാണ് രാജ്യത്ത് പിന്നീട് അറിയപ്പെട്ടത്. 59 പ്രധാനപ്പെട്ട ഭേദഗതികളാണ് 42ാം ഭേദഗതി വഴി ഭരണഘടനയിൽ കൊണ്ടുവന്നത്. 59 ഭേദഗതികളിലൂടെ സർക്കാർ മുന്നോട്ട് വച്ചൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ സർക്കാരിനെതിരായി വരാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളും ഭരണഘടനയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അതിനെ റദ്ദ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ടാക്കി. മറ്റൊന്ന് സെക്കുലറിസത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ എഴുതി ചേർക്കണമോ എന്നുള്ളത് പല ഘട്ടങ്ങളിലായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കാലഘട്ടത്തിൽ ചർച്ചകളുടെ സമയത്ത് എല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ബാബാ സാഹേബ് അംബേദ്കർ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വാദങ്ങളെയും AP ഷായാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൊണ്ടുവന്നത്. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വിഷയം നമ്മുടെ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് അതിൽ ഉൾപ്പെടുത്താതെ മുന്നോട്ട് പോയൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലായി അതിനുശേഷം ഇത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു, അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നു, അത് പലപ്പോഴായി ഭരണഘടനാ ഭേദഗതിക്കുള്ള ശ്രമങ്ങൾ നടന്നു. പക്ഷേ അതിനെല്ലാം മാറ്റിക്കൊണ്ട് സ്വാഭാവികമായും അതിൽ നിന്ന് വ്യത്യസ്തമായി അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ മറ്റാരും ഇത് ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ധിക്കാരപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാചകങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നതിനും അതുപോലെ തന്നെ ഭരണഘടനയുടെ ഭാഗമാക്കി ചേർക്കുമ്പോൾ അതിൽ മറ്റൊരു ചർച്ചയും ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചേർക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അത് പുതിയ ചർച്ചയായിരിക്കുന്നു.
അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ അതിൽ പൊതുസമൂഹത്തിലൊരു ചർച്ച ഉണ്ടാവേണ്ടേ? എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം സെക്യുലറിസത്തിൻ്റെ ഭാഗമല്ല എന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടോ? ആർക്കും തോന്നലില്ല. അതിപ്പോഴെന്ന് മാത്രമല്ല, ആ ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് മാത്രമല്ല, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തിലും വിഭജന കാലഘട്ടത്തിലും അതിനു മുൻപും നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകമനുസരിച്ച് എല്ലാ മതവിഭാഗങ്ങളെയും, എല്ലാ ജാതി വിഭാഗങ്ങളെയും, എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ദേശീയതയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉൾക്കൊള്ളാതിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സംസ്കാരം നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ സ്വാഭാവികമായും അത് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളേണ്ടതല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ സോഷ്യലിസത്തെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അത് ഉൾപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്, സോവിയറ്റ് റഷ്യയുടെ ആശയങ്ങൾ അന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണ സംവിധാനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് CPI, ഇന്ന് വലിയ തരത്തിൽ വർത്തമാനം പറയുന്ന CPI എന്ന് പറയുന്ന പാർട്ടി അന്ന് അടിയന്തരാവസ്ഥയെ പിന്തുണച്ച പാർട്ടിയാണ്. അപ്പോൾ CPIയുടെ നിലപാടുകൾ അന്ന് ഒരു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ഈ തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ടാവും. ഇടതുപക്ഷ പാർട്ടികളുടെ ആ തരത്തിലുള്ള ചിന്തകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാനമന്ത്രി ആലോചിച്ചതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ അത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം നമ്മുടെ സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. അത് കൊണ്ടുവന്നതിൻ്റെ സാഹചര്യവും ചർച്ചകളില്ലാതെ, യാതൊരു തരത്തിലുള്ള പൊതുജനാഭിപ്രായവുമില്ലാതെ, പാർലമെൻറ്റിനകത്ത് MP-മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ, ചർച്ചകൾ ഒന്നും നടത്താതെ നടന്നിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ആ 42ാം ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രിയാമ്പിൾ അടക്കം മാറ്റം വരുത്തുന്ന ഭരണഘടനയുടെ കാതലായിട്ടുള്ള മാറ്റത്തിന് വഴിവെച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പുനർവിചിന്തനം ഉണ്ടാകണം. അതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. ഒരു ചർച്ച നടക്കുന്നുണ്ട്, എന്താ തെറ്റ്? പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി നടന്നത്, എന്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടന്നത്, പാർലമെൻറ്റിനകത്ത് MP-മാർക്ക് എന്താണ് സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്, പാർലമെൻറ്റിനകത്ത് നിയമനിർമ്മാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള നടപടികളിൽ MP-മാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ, പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ, വാർത്താമാധ്യമങ്ങളുടെ ഭാഗമായി ജനങ്ങൾ അറിയാൻ അതിനൊന്നും അവസരങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ, അത് പിന്നീട് 44ാം ഭേദഗതിയിലൂടെ 42ാം ഭേദഗതിയുടെ പല പ്രധാനപ്പെട്ട ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികളും സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്ന പല നടപടികളും പിന്നീട് വന്ന സർക്കാരിന് അത് തിരുത്തേണ്ടി വന്നു. ഭരണഘടനയുടെ 44ാം ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ആ നടപടികളെല്ലാം തിരുത്തേണ്ട സാഹചര്യമുണ്ടായി. അപ്പം പല ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ അട്ടിമറിക്കാൻ, ഭരണഘടനയെ ശക്തമായി അതിൻ്റെ അന്തസത്തയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന, കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ അടിയന്തരാവസ്ഥയുടെ ശക്തമായിട്ടുള്ള ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം. അത് ചർച്ച ചെയ്യപ്പെടുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ 50 വർഷം കഴിഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം. 50 വർഷം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാകുന്നതിൽ ഒരു തെറ്റും കാണേണ്ടതില്ല. കാരണം ജനാധിപത്യ സമൂഹത്തിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ചയാക്കുക അത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങളെ ഒരു ഗവൺമെൻറ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചത്, ഭരണഘടനാ തത്വങ്ങളെ, കോടതികളെ, ഭരണഘടനാ സംവിധാനങ്ങളെ, സ്ഥാപനങ്ങളെ, എല്ലാ സംവിധാനങ്ങളെയും നിരാകരിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട്, അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട്, അധികാരങ്ങൾ നിഷേധിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കിരാത ഭരണത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഭരണഘടനാ ഭേദഗതി അത് ചർച്ച ചെയ്യപ്പെടണം, അത് മാറ്റപ്പെടണം, തിരുത്തപ്പെടണം, തിരുത്തേണ്ടത് തിരുത്തപ്പെടണം, മാറ്റേണ്ടത് മാറ്റപ്പെടണം, ഒഴിവാക്കപ്പെടേണ്ടത് ഒഴിവാക്കപ്പെടണം. അതിനെ സംബന്ധിച്ച് ഒരു ചർച്ച ഉയർന്നു വരുന്നതിൽ ഒരു തെറ്റും കാണേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.